Hello, Assalamu alaikum. Very good morning to all dear teens. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മോഡിൽ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോയാലോ? റെഡി അല്ലേ? റെഡി. ഓക്കെ, വെരി ഗുഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. നല്ല റിലാക്സ് ആയിട്ടിരിക്കുക. ക്ലോസ് യുവർ ഐസ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്തതിനു ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഒരിക്കൽ കൂടെ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഈ പ്രപഞ്ചത്തിലുള്ള ഇപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ എനർജിയെയും എല്ലാ ഊർജങ്ങളെയും പോസിറ്റീവായിട്ടുള്ള എല്ലാവിധ ഊർജങ്ങളെയും നിങ്ങൾ മൂക്കിലൂടെ ഉള്ളോട്ട് ഒരു ശ്വാസം എടുത്ത് ആ ഊർജം അതിശക്ത പ്രവാഹങ്ങളോടുകൂടി നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ആ ഒരു ഊർജം സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ട് ശേഷം നിങ്ങളുടെ വായിലൂടെ ശ്വാസം നിങ്ങൾക്ക് പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വൺസ് അഗെയിൻ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളിലേക്കും ശ്രദ്ധിക്കാം. നിങ്ങളുടെ കാല് മുതൽ തല വരെയുള്ള ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. ഓരോ അവയവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുമ്പോഴും ആ അവയവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓരോ അവയവങ്ങളിലേക്ക് പോകുന്തോറും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവ റിലാക്സ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കാലുകള്, രണ്ട് കാൽമുട്ട്, തുടയെല്ലുകള്, ഊരയുടെ ഭാഗം, വയറിന്റെ ഭാഗം, പുറം, കഴുത്തിന്റെ ഭാഗം, ഇരു കൈകള്, ഷോൾഡേഴ്സ്, തല, മുഖം തുടങ്ങി നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളിലേക്ക് നോക്കാം. പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരികമായ അവയവങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഫോർഗിവ്നെസ് എന്നുള്ള ഒരു ഇമോഷനെ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ എല്ലാം നിങ്ങൾക്ക് മാപ്പ് നൽകാവുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോടെല്ലാം നിങ്ങൾക്ക് മാപ്പ് നൽകാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ നിങ്ങൾ വേദനിപ്പിച്ചവരോടെല്ലാം നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാവുന്നതാണ്. ക്ഷമിക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ പുറത്തു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എന്തൊക്കെയോ വല്ലാത്തൊരു ഭാരം, എന്തെന്നില്ലാത്തൊരു വിഷമം അല്ലെങ്കിൽ എന്തെന്നില്ലാത്ത എന്തൊക്കെയോ ഒരു ഇമോഷൻസ് നിങ്ങളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ഈ ഫോർഗിവ്നെസ് എന്നുള്ള ഒരു തെറാപ്പി ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും അലിഞ്ഞില്ലാതായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ മെഡിറ്റേഷനിലാണുള്ളത്. കണ്ണടച്ച് ശ്വാസം നിയന്ത്രിച്ച് നിങ്ങളുടെ അവയർനെസ് ഉള്ളോട്ട് കൊണ്ടുപോയി ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഫോർഗിവ്നെസ് എന്നുള്ള ഒരു ഇമോഷൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും ക്ഷമിച്ചു നൽകുകയും ചെയ്യുന്നു. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് നന്ദി കടന്നു വരട്ടെ. നിങ്ങൾ എല്ലാവരോടും നന്ദിയുള്ളവരാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും ചിന്തിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ വീടാകാം, കുടുംബമാവാം, സുഹൃത്തുക്കളാകാം, ആരോഗ്യമാവാം, സമ്പത്താവാം, ഭക്ഷണമാകാം. ഇതിനെല്ലാം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക.
മനസ്സിൽ എത്രത്തോളം നന്ദി നിറയുന്നുവോ അത്രത്തോളം നന്ദി പറയുക. ശേഷം കണ്ണടച്ചിരുന്ന് റിലാക്സ് സ്റ്റേറ്റിലിരിക്കുന്ന നിങ്ങളിപ്പോ നിങ്ങളുടെ ഉള്ളിൽ നന്ദി എന്നുള്ള ഒരു ഇമോഷൻ ഇങ്ങനെ നിറഞ്ഞു കവിയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് സ്നേഹം എന്നുള്ളൊരു ഇമോഷനെ കൊണ്ടുവരിക. നിങ്ങൾക്ക് എല്ലാവരോടും എല്ലാത്തിനോടും ഉപാധികളില്ലാത്ത സ്നേഹമാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്ക്. സ്നേഹമാകുന്ന ഊർജത്തിന് എന്തിനേയും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. സോ ഒരു ശത്രുവിനെ പോലും മിത്രമാക്കാനുള്ള ശക്തിയുണ്ട് സ്നേഹത്തിന്. നിങ്ങൾ എല്ലാവരെയും എല്ലാത്തിനെയും അഗാധമായിട്ട് സ്നേഹിക്കുകയാണ്. അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുകയാണ്. നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന ആളുകളെ പോലും മനസ്സിലേക്ക് കൊണ്ടുവന്ന് സ്നേഹം അവരിലേക്ക് പ്രകടിപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. അവർക്ക് നിങ്ങളെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ അംഗീകരിക്കാൻ സ്നേഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി കുറച്ച് സമയം നിങ്ങൾക്ക് വിഷ്വലൈസേഷനിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇന്റേണൽ വേൾഡില് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ണടച്ചിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിഷ്വൽ ചെയ്യാവുന്നതാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീട്, ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സക്സസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുടുംബം എല്ലാം നിങ്ങളുടെ മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ലഭിച്ചതായിട്ടുള്ള ഒരു ഇമോഷനിലൂടെ കടന്നു പോകാം. ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ആ ഒരു അവസ്ഥ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണോ അനുഭവിക്കുന്നത് ആ വികാരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത്. സോ സന്തോഷത്തിന്റെയും ലക്ഷ്യപൂർത്തീകരണത്തിന്റെയും നേട്ടത്തിന്റെയും എല്ലാം അനുഭവങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇന്നലെ വരെ എന്തായിരുന്നോ നിങ്ങൾ ചിന്തിച്ചിരുന്നത് അതാണ് ഇന്ന് നിങ്ങളായി മാറിയിട്ടുള്ളത്. സോ ഇപ്പൊ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നല്ല ലോകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. സൂപ്പർ. ഇനി മെല്ലെ നമുക്ക് തിരിച്ചു വരാം. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തുവിട്ട് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വീണ്ടും ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്ത് വിട്ട് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. തിരിച്ചു വന്നവരൊക്കെ കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്പി കണ്ണുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നവർ മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എൻജോയ് ദ സിമ്പിൾ തിങ് എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക, അത് ആസ്വദിക്കാൻ പറ്റുക, ലളിതമായിട്ടുള്ള കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, സിമ്പിൾ മൊമെന്റ്സ് ആൻഡ് ബിഗ് ഹാപ്പിനെസ്. നമ്മുടെ ജീവിതത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ നമുക്ക് വലിയ ഹാപ്പിനെസ് തരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മള് അത്തരം കാര്യങ്ങളെ മൈൻഡ് ചെയ്യാറില്ല അല്ലെ? ചോദിക്കട്ടെ, ആർ യു ഹാപ്പി നൗ?
ഹാപ്പിയാണോ? Yes. Yes. ഓക്കെ, ഹാപ്പിയാണ് അല്ലേ? Yes. ഓക്കെ, വെരി ഗുഡ്. മാഷാല്ല, ഇവിടെയുള്ള മക്കളൊക്കെ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ എൻജോയ് യുവർ ലിറ്റിൽ തിങ്സ് എന്നുള്ളതാണ്. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ബിഗ് റീസൺ എന്ന് പറയുന്നത്. സോ ഡെയിൽ കാർഗിനി, നമ്മുടെ പ്രഭാഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡെയിൽ കാർഗിനി പറയുന്നുണ്ട്, മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ള ഏറ്റവും ദുരന്തകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് നമ്മളെല്ലാവരും ജീവിതം മാറ്റിവെക്കാനുള്ള പ്രവണത പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് നമ്മൾ മനുഷ്യന്മാർക്കുള്ളത്. ഇപ്പം ഉള്ള ഈ ഒരു അവസ്ഥയെ ഇപ്പൊ ഉള്ള ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാതെ അതിലുള്ള ഹാപ്പിനെസ് കണ്ടെത്താതെ നമ്മൾ ഓക്കെ ഇത് കുറച്ചും കൂടെ ഒക്കെ വരട്ടെ, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ, അപ്പൊ ഞാൻ ഹാപ്പി ആവാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ എന്നിലേക്ക് വരട്ടെ, അപ്പൊ ഞാൻ ഹാപ്പി ആകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴുള്ള ഹാപ്പിനെസ്സിനെ പോലും അനുഭവിക്കാതെ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു പ്രവണതയാണ് മനുഷ്യന്മാർക്കുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ജാലകത്തിനപ്പുറത്തുള്ള ഇന്ന് വിരിഞ്ഞിട്ടുള്ള റോസാപ്പൂക്കൾ കാണാതെ നമ്മൾ ചക്രവാളങ്ങൾക്കപ്പുറത്തേക്കുള്ള ആ ഒരു മാജിക്കൽ ആയിട്ടുള്ള പൂന്തോട്ടത്തെ തേടിക്കൊണ്ടുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്കുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ മുറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിലുമുള്ള വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾ കാണാതെ ഒരുപാട് മൈൽസ് അപ്പുറമുള്ള റോസാപ്പൂക്കളെ തേടിയുള്ള യാത്രയാണ് നമ്മളിൽ പല ആളുകളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഹാപ്പിനെസ് എന്താന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റാത്തത്. ശരിയല്ലേ? പലപ്പോഴും നമ്മളുടെ ഒക്കെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. നമ്മളുടെ ഇപ്പൊ ഈ ഒരു പ്രസന്റ് മൊമെന്റില് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ഈ പ്രസന്റിനെ എങ്ങനെയാണോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്കുള്ള ഹാപ്പിനെസ് തേടി പോകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമില് ഒരു 50 ഒരു 40 മാർക്ക് കിട്ടി. അപ്പം ആ 40 മാർക്ക് കിട്ടിയതിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താതെ ഓക്കെ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് മാഷാ അല്ലാ എനിക്ക് ഇത്രയും നല്ല മാർക്ക് കിട്ടിയല്ലോ അല്ലെ, നമ്മൾ ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് പഠിച്ചതായിരിക്കാം, എന്നിട്ട് ഞാൻ പഠിച്ചെടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് കേട്ട് പഠിച്ചതായിരിക്കാം, നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു എഫേർട്ടിന് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ് നമ്മുടെ ആ ഒരു 40 മാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓക്കെ 40 എനിക്ക് കിട്ടിയുള്ളൂ, എന്റെ കൂടെയുള്ള ആൾക്ക് 50 കിട്ടിയല്ലോ, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആൾക്ക് 45 കിട്ടിയല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ, ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ചതായിരുന്നു ശരിക്കും അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നതിന് പകരം ഓക്കെ എനിക്ക് 40 മാർക്ക് കിട്ടിയല്ലോ, ഞാൻ പഠിച്ചിട്ട് എനിക്ക് കിട്ടിയതാണല്ലോ, ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടിയതാണല്ലോ, വെറുതെ കിട്ടിയതല്ല, ഞാൻ എഴുതി പഠിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ്. സോ അതിൽ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. കുറെ മാർക്ക് വാങ്ങിയിട്ട് ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നതിന് പകരം എന്റെ കയ്യിൽ ഇപ്പൊ എന്താണോ ഉള്ളത് അത് ഞാൻ എടുത്തിട്ടുള്ള റിസ്ക് ആണ്. ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇതിനേക്കാളും നല്ല മാർക്ക് കിട്ടുമായിരുന്നു. സോ ഞാൻ എഫേർട്ട് എടുക്കാത്തതുകൊണ്ടാണ്, ഞാൻ ഇപ്പം എടുത്തിട്ടുള്ള എഫേർട്ടിന് എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണിത്. സോ അതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കാരം, എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് എപ്പോഴും ടെൻഷനും അതുപോലെ എന്താ പറയാ ഒരു ആദ്യമായിരിക്കും, എല്ലാത്തിനും ഒരു ഭയവും ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നമുക്ക് ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിലായിരിക്കും, നല്ലൊരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ സോ അതൊരു വലിയ കാര്യമാണ്. നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോളി, യു ആർ ദ വിന്നർ. നമ്മൾ വിജയിയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമ്മൾ പരാജയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ വിജയിയുടെ കൂട്ടത്തിൽ പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങൾ ചിരിച്ചിട്ടുള്ള ഏറ്റവും ഒരു ചെറിയ കാര്യം എന്താണ്? നിങ്ങളുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞേ. ടൈപ്പ് ചെയ്യേണ്ടവർക്ക് ടൈപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പറയേണ്ടവർക്ക് പറയാം. ഓക്കെ, പെട്ടെന്ന്. കസിൻസിന്റെ ഒപ്പം കൂടിയിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചിരുന്നു. അപ്പൊ അത് ഒരു അടിപൊളിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് എൻജോയ് ചെയ്തിട്ട് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അല്ലേ?
ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓക്കെ ഓക്കെ. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു. ഇന്നലെ കസിൻസിന്റെ ഒപ്പം കൂടിയിട്ട് പണ്ടത്തെ ഫോട്ടോകളൊക്കെ നോക്കിയിട്ട് ഒരുപാട് ചിരിച്ചു. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഇന്നലെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഹാപ്പി ആയിട്ട് ഇരുന്നത്? ഒരു ചെറിയ എന്തെങ്കിലും കുഞ്ഞു കാര്യം, വലിയ കാര്യമാവണമെന്നില്ല, കുഞ്ഞു കാര്യം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫോണ് നോക്കിയപ്പം എന്തോ ഒരു നമുക്ക് ഇഷ്ടമുള്ള എന്തോ കാര്യം കൂടെ ഞാൻ അതിൽ ഹാപ്പിയാണ്. അല്ലെങ്കിൽ എന്നോട് ആരോ ചിരിച്ചു, അതിൽ ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എനിക്ക് എന്തെങ്കിലും നല്ലൊരു ഡിഷ് കുക്ക് ചെയ്ത് തന്നു, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഡിഷ് കുക്ക് ചെയ്തു, അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഹാപ്പിനെസ് ഫീൽ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം, അത് എഴുതാം. ഓക്കെ, അത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീനപ്പിന്റെ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവസാനമായിട്ട് ആകാശത്തേക്ക് നോക്കിയത് എപ്പോഴാണ്? ഓക്കെ, ഇപ്പം ഇന്നലെ മോർണിംഗിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ രാവിലെ. ഇന്ന് നോക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ബീച്ചിലേക്ക് പോകണം, കടപ്പുറത്തേക്ക് പോകണം, എന്നിട്ട് കടലിനെ നോക്കി നല്ല വിശാലമായിട്ടുള്ള ഒരു കടലിനെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഒക്കെ മാറ്റി വെച്ച് അതിൽ ലയിച്ച് ചേർന്ന് നമുക്ക് എൻജോയ് ചെയ്തിട്ട് അവിടെ നിൽക്കാൻ പറ്റണം എന്നൊക്കെ പല ആളുകളും ആഗ്രഹിക്കാറുണ്ട് അല്ലെ? കടലിലേക്ക് നോക്കി ആ ഒരു വൈബ്രേഷനിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റണം. അത് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് എന്നൊക്കെ പറയാറുണ്ട് പലരും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അത്രയും ദൂരത്തുണ്ട്, അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കില് നമ്മളുടെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയിട്ട് നമ്മളുടെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എത്രയോ വിശാലമായിട്ടുള്ള ഒരു ആകാശം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അല്ലെ? കടലിനെ പോലെ തന്നെ വിശാലമായി കിടക്കുന്ന ഒരു ആകാശം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഒപ്പം ഉണ്ട്. ഇപ്പോഴും നമുക്ക് അത് വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ? ജസ്റ്റ് നമ്മള് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളെ ജനവാതിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാല് നമുക്ക് ആ മനോഹരമായിട്ടുള്ള ആ ഒരു ആകാശത്തെ കാണാൻ പറ്റും. പകലാണെങ്കിൽ ആകാശത്തുള്ള മേഘങ്ങളും ആകാശത്തിന്റെ ആ ഒരു വിശാലതയും നമുക്ക് കാണാൻ പറ്റും. രാത്രിയാണെന്നുണ്ടെങ്കിൽ ആ നിലാവും അതുപോലെ മിന്നിത്തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. അതിൽ എന്തോരം ഹാപ്പിനെസ് ആണ് കിടക്കുന്നത്. അത് കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഇന്നർ സെൽഫിലേക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കാൻ, അല്ലെങ്കിൽ നോക്കി ഇങ്ങനെ കുറച്ച് സമയം നിൽക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് അതിലൂടെ നമുക്ക് കിട്ടും. നമ്മൾ എപ്പോഴെങ്കിലും അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളുടെ മുന്നിലുള്ള ആ ഒരു ആകാശത്തെയും നക്ഷത്രങ്ങളെയും ചുറ്റിലുള്ള പ്രകൃതിയെയൊക്കെ നോക്കിയിട്ട് ആസ്വദിച്ചിട്ടുണ്ടോ? അതിന് നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റിലുള്ളവയെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ നമ്മൾ കുറെ ദൂരമുള്ള പലതിനെയും കടലിൽ കാണണം, അല്ലെങ്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹാപ്പിനെസ് അപ്പോഴേക്ക് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മളുടെ ചുറ്റിലും എന്താണോ ഉള്ളത്, അതിന് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ വൈ വി മിസ് ദ സിമ്പിൾ തിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്തുകൊണ്ടാണ് നമ്മളുടെ മുന്നിലുള്ള നമ്മളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബിഗ് റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇപ്പം ആസ് എ ടീനേജർ എന്നുള്ള രീതിയിൽ നമുക്കറിയാം, നമ്മുടെ സ്കൂൾ ലൈഫ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ബിസി ആയിട്ടുള്ള ആളുകളാണ് അല്ലെ? നമ്മൾ മോർണിംഗിൽ എണീക്കുന്നു, സ്കൂളിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സ്കൂളിലേക്ക് പോകുന്നു, പിന്നെ സ്കൂളിലത്തെ കാര്യങ്ങളുമായിട്ട് ബിസി ആവുന്നു, പിന്നെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നാൽ കുറച്ച് സമയമൊക്കെ നമ്മൾ നമ്മുടെ സെൽഫിലേക്ക് വേണ്ടി കൊടുക്കും. ചിലപ്പം ഫോൺ കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് കുറച്ച് സമയം മാറ്റി വെക്കും. പിന്നെ രാത്രിയായ വീണ്ടും നമ്മൾ പഠനത്തിലേക്ക് ഇറങ്ങുന്നു, പിന്നെ നമ്മൾ സ്കൂളിലേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നെ രാത്രി ഉറങ്ങുന്നു, പിന്നെ ഏർലി മോർണിംഗ് എണീക്കുന്നു. ഇതൊരു പ്രോസസിങ് ആയിട്ട് സൈക്ലിംഗ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനോ അതിൽ ഹാപ്പിനെസ് കണ്ടെത്താനോ അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കാനോ ഒന്നും പറ്റാറില്ല എന്നുള്ളതാണ്. നമുക്ക് ചുറ്റിലും എത്രയോ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ?
നമ്മളുടെ മുറ്റത്ത് മനോഹരമായിട്ടുള്ള പൂക്കൾ വിരിയുന്നുണ്ട്. നമ്മളുടെ ചുറ്റിലും നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കാറ്റുകള് വീശുന്നുണ്ട്. നമ്മുടെ ചുറ്റിലും നല്ല നല്ല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ മുറ്റത്ത് നല്ല മഴകൾ പെയ്യുന്നുണ്ട് അല്ലെ, നല്ല മഴ പെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്താണ്, നമ്മള് ബിസിയാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് ഓടി പുറപ്പെടുന്ന തിരക്കിലാണ് നമ്മൾ ഉള്ളത്. സോ ദെൻ നമ്മുടെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസും നമ്മളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ബിസിയാണ്. കുറച്ച് സമയം നമുക്ക് ഫ്രീ കിട്ടി കഴിഞ്ഞാല് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പെട്ടെന്ന് ഓടുകയാണ് അല്ലെ. ഒരു സെക്കൻഡ് നമുക്ക് ഫ്രീ കിട്ടിയാൽ എന്താണ്, നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാം നോക്കുന്നു, വാട്സപ്പ് എടുത്ത് നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിലായി. പിന്നെ നമുക്ക് പുറത്തേക്ക് നോക്കാനുള്ള ഒരു കാഴ്ചയോ അല്ലെങ്കിൽ പുറത്തേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സോ നമ്മുടെ ഉള്ളിലില്ല. പിന്നീട് നമ്മൾ അതിലുള്ള കാര്യങ്ങളിൽ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴും നമ്മള് ഫോൺ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ല റീല് നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ നല്ല വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല സ്ക്രോളിങ്ങിൽ കാണുന്ന പല വീഡിയോസിലും അവിടെ പോണല്ലേ എന്ന് അടിപൊളിയായിരിക്കും, ഇങ്ങനെ ചെയ്യണല്ലേ, അല്ലെങ്കിൽ ഈ ഫുഡ് കഴിക്കണല്ലേ എന്ന് അടിപൊളിയായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇല്ലാത്ത പല കാര്യങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയിട്ട് നമ്മൾ അത് ഹാപ്പി ആയിരിക്കും, അത് ഓക്കെ ആയിരിക്കും, അത് അടിപൊളിയായിരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ഇന്ന് ഉണ്ടാക്കി തന്നിട്ടുള്ള ഫുഡ് അതിൽ എത്ര മനോഹരത ഉണ്ടല്ലേ, അത് എത്ര മനോഹരമാണ്, അത് എന്ത് ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ, അത് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ അതിന് നമ്മൾ തുനിയുന്നില്ല. നമ്മൾ അപ്പോഴേക്കും എനിക്ക് ആ ഒരു ഫുഡ് എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അത് കഴിക്കണം, അവിടെ പോകണം, അവിടെ ചില്ലടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള പ്രസന്റിൽ നമ്മളെ കയ്യിലുള്ള സംഗതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ കമ്പാരിസൺ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ബിഗ് ട്രാപ്പ് നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. നമ്മളൊന്നും അത്രമാത്രം നമ്മൾ അത്രമാത്രം ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാത്ത ഒരു കാര്യമാണ് കമ്പാരിസൺ ട്രാപ്പ് എന്നുള്ളത്. നമ്മൾ റീൽസിലൂടെയും മറ്റൊക്കെ കാണുന്ന, ഇപ്പൊ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒരു യുഗമായതുകൊണ്ട് തന്നെ, ഡിജിറ്റൽ യുഗമായതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റിലുള്ള പല ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ അവരെ പോലെ ആവണം, ഇവരെ പോലെ ആവണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. അവരെ പാരന്റ്സ് എന്ത് അടിപൊളിയാലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ പാരന്റ്സുമായിട്ട് കമ്പയർ ചെയ്യാണ്. എന്റെ പാരന്റ്സ് ഇങ്ങനെയൊന്നും അല്ലല്ലോ, അവര് ഇത്ര സപ്പോർട്ടീവ് അല്ലല്ലോ, അല്ലെങ്കിൽ അവര് നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പം നമുക്ക് നമ്മളുടെ പാരന്റ്സിന്റെ വാല്യൂ തിരിച്ചറിയാൻ പറ്റൂല, അവരിലുള്ള ഒരു കോർ ആയിട്ടുള്ള സംഗതികൾ നമുക്ക് കാണാൻ പറ്റൂല, അവരിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മ എന്ത് ചെയ്തെന്നാലും നമുക്ക് അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റൂല. നമ്മുടെ ഉമ്മ എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാലും നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. നമ്മുടെ ഉപ്പ നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു തന്നാലും നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അപ്പോഴൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെന്ത് ഹാപ്പിയാണ്, അല്ലെങ്കിൽ അവരെത്രത്തോളം അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാത്തിനെയും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ആൾക്ക് ഐഫോൺ ഉണ്ട്, എനിക്ക് ഐഫോൺ ഇല്ല, അല്ലെങ്കിൽ ആൾക്ക് നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഫോൺ ഉണ്ട്, നല്ല റീൽസ് കാണാൻ പറ്റുന്ന ഫോൺ ഉണ്ട്, എനിക്കതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്തോണ്ടിരിക്കും. ശരിക്കും നമ്മളുടെ കയ്യിലും നല്ലൊരു ഫോൺ ഉണ്ടാകും, നല്ലൊരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടാകും. ആ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അവർ ചെയ്യുന്നത് പോലെ തന്നെ വീഡിയോ എടുക്കണം, ആ ക്ലാരിറ്റിയിൽ തന്നെ കിട്ടണം എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കാം. പക്ഷെ നമുക്ക് അവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം കാണിക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഓവർ തിങ്കിങ്, നെഗറ്റീവ് ആയിട്ടുള്ള ഓവർ തിങ്കിങ്. നെഗറ്റീവായിട്ട് നമ്മൾ എല്ലാത്തിനെയും ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ നെഗറ്റീവ് അപ്രോച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ഒരു കാര്യത്തെ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് അതിനെ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റൂല, അതിന്റെ ആ ഒരു കോർ വാല്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ആസ്വദിക്കാൻ പറ്റാതെ നമ്മളെ സ്റ്റക്ക് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതിന് അത്രമേൽ പവർ ഉണ്ട്, അത്രമേൽ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ദ പവർ ഓഫ് സിമ്പിൾ ജോയ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്.
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നതിന്റെ പവർ. ഇപ്പം അങ്ങനെ സിമ്പിൾ തിങ്സ് ബിഗ് ഹാപ്പിനെസ് എന്നുള്ളത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ റിസൾട്ടുകളാണ് നമ്മുടെ ലൈഫിൽ കിട്ടുക. ഇപ്പം ഞാനത് പറയുമ്പോൾ ചിലപ്പം മാം ഇപ്പൊ അതിങ്ങനെ പറഞ്ഞാൽ പോരല്ലേ എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ഒരു വീക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും നിങ്ങളുടെ ചുറ്റിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് ഒരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ഹാപ്പിനെസ് ഷിഫ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ, ഇത്രയും കാലത്തിനിടയിൽ നമ്മുടെ ചുറ്റിലും നമ്മൾ കാണാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കാതെ പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടക്ക് നമ്മളിങ്ങനെ എന്താ പറയാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നാച്ചുറൽ കാറ്റ് അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള കാറ്റ്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു കാറ്റ് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറില്ലേ? എത്ര ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ചിലപ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒക്കെ ഒരു നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാറ്റ് ഇങ്ങനെ വന്ന് വീശുമ്പോൾ അത് എക്സ്പീരിയൻസ് മറ്റേ ഫീൽ എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. അപ്പം ഓക്കെ, മാഷാ അല്ലാ, നമുക്കുണ്ട് നമ്മൾ മുന്നിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റണം, ഇത്തരം കാര്യങ്ങളില്ലേ. അതുപോലെ നമ്മൾ മുന്നിലുള്ള ജെന്യുവിൻ ആയിട്ടുള്ള സ്മൈലുകള്, എത്രയോ സ്മൈൽസ് അല്ലെ നമ്മളുടെ ചുറ്റിലും ജെന്യുവിൻ ആയിട്ടുള്ള എത്രയോ കുഞ്ഞു കുഞ്ഞു ചിരികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പുഞ്ചിരികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ഉമ്മ പുഞ്ചിരിച്ചതായിരിക്കും, നമ്മുടെ ഉപ്പയുടെ ഒരു പുഞ്ചിരി ആയിരിക്കും, നമ്മളുടെ അനിയന്മാര്, അനിയത്തിമാര്, ഇക്കാക്കമാര്, ഇത്താത്തമാര്, നമ്മളുടെ സുഹൃത്തുക്കള്, അപരിചിതരായിട്ടുള്ള പല ആളുകള്, ഇവരുടെയൊക്കെ പുഞ്ചിരി, ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ ഒരു പുഞ്ചിരി നമ്മളിലേക്ക് കിട്ടിയപ്പം വാവ് എന്ന് ഒരു ഫീൽ വന്നിട്ട് അത് ഫീൽ ചെയ്തിട്ടുള്ള എത്ര ആളുകളുണ്ട്? ഓക്കെ, വെരി ഗുഡ്. അതേപോലെ നമ്മുടെ ഇപ്പം മഴക്കാലാണ് അല്ലെ, മുറ്റത്ത് തിമിർത്ത് പെയ്യുന്ന മഴയുണ്ട്, നമ്മൾ റീൽസിലും മറ്റൊക്കെ കാണുന്നുണ്ട് ചിറാപ്പൂഞ്ചിയൊക്കെ. എന്നിട്ട് നമ്മൾ ആ ചിറാപ്പൂഞ്ചി അവസ്ഥയിലേക്ക് ഓക്കെ എനിക്ക് അങ്ങനെ ഒരു ചിറാപ്പൂഞ്ചി കളിക്കണം, അല്ലെങ്കിൽ ചിറാപ്പൂഞ്ചി ഒരു ട്രാവൽ പോകണം, ആ ഒരു കോസ്റ്റ്യൂമിൽ എനിക്ക് ട്രാവലിംഗ് പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എന്റെ ഹാപ്പിനെസ് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മളുടെ മുറ്റത്ത്, നമ്മുടെ വീടിന്റെ മുറ്റത്ത് എന്താ പെയ്യുന്ന മഴ, ആ മഴയുടെ മഴത്തുള്ളികളിലേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ മഴത്തുള്ളികളിലേക്ക് ഒന്ന് കൈ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഹാപ്പിനെസ് കണ്ടെത്തുന്ന എത്ര ആളുകളുണ്ട്? ഈ മുറ്റത്ത് മഴയത്തൊന്ന് മുഖം ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ട് മഴത്തുള്ളി നമ്മളെ ഫേസിലേക്ക് ഇങ്ങനെ തട്ടുമ്പോൾ, നമ്മളുടെ മുഖത്തേക്ക് മഴത്തുള്ളി ഇങ്ങനെ തട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷൻ ഉണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഷാമിയ മഴ നോക്കി ജേർണൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. വെരി ഗുഡ്, സൂപ്പർ. പിന്നെ അതുപോലെ നമ്മളുടെ ഉമ്മ നമുക്ക് നൽകുന്ന, നമ്മളുടെ അമ്മ നമുക്ക് നൽകുന്ന നല്ലൊരു ചൂട് ചായയും ബിസ്ക്കറ്റും അല്ലെ, അത് ഫീൽ ചെയ്തിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു വൈബ് ഫീൽ ചെയ്ത എത്ര ആളുകളുണ്ട്? നല്ല ചൂട് കട്ടൻ ചായയും നല്ല ബിസ്ക്കറ്റും അല്ലെ, അടിപൊളിയായിരിക്കും. നമുക്ക് റീൽസിൽ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ നല്ല ഫുഡുകള്, ഇതൊക്കെ നമ്മൾ ഓക്കെ അതൊക്കെ എനിക്ക് കിട്ടിയ എന്ത് അടിപൊളിയായിരിക്കും ചിന്തിക്കുന്നതിന് പകരം നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ചൂട് ചായ, വാവ്, അതിന്റെ ആ ഒരു ഫീലില്ലേ, എന്ത് മാത്രം ഫീലാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാല്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാല് നിങ്ങൾ വളർന്ന് വലുതായി വലിയ ആളുകളായി മാറും അല്ലെ, നിങ്ങൾ ചിലപ്പം ഉമ്മമാരാകും, നിങ്ങൾ ഭാര്യയാകും, ഉമ്മയാകും, മരുമകളാകും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്യുമ്മമാരാകും, വല്യുപ്പമാരാവും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ കൂടെയുള്ള ആളുകളൊന്നും അന്ന് നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ശരിയല്ലേ? നമ്മളെ പാരന്റ്സ് അന്ന് നമ്മളെ കൂടെ ഉണ്ടാവുമോ? ചിലപ്പോ ഉണ്ടാകൂല അല്ലെ, മരണം കൊണ്ടോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അവർ നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കും. കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നിങ്ങൾ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ ഓരോരുത്തരും ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ, നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ അനിയത്തിമാര്, അനിയന്മാര്, സിബ്ലിങ്സ് ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ആളുകളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, പുതിയ ആളുകളാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരിക.
നല്ലൊരു പാർട്ട്ണർ, നമ്മുടെ മക്കള്, അങ്ങനെ പുതിയ പുതിയ ആളുകളുമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇനി നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ജീവിച്ചു തുടങ്ങുക. ഇപ്പം നമ്മളുടെ കൂടെയുള്ള ഈ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല. സോ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പം നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ടോ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അതിലൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ മാതാപിതാക്കള്, അവരുടെ കൂടെയുള്ള ഈ മനോഹരമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പൊ നമ്മൾ അവരെ കാണാതെ അല്ലെങ്കിൽ അവരെ കേൾക്കാതെ അവരെ അനുഭവിക്കാതെ നമ്മൾ ഇന്നത്തെ ഈ സമയവും കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാല് നമ്മളുടെ കൂടെ ഇവരാരും ഉണ്ടാവൂല. നമ്മൾ തനിച്ചായിരിക്കും. നമ്മുടെ കൂടെ പല പുതിയ മുഖങ്ങളാണ് ഉണ്ടാവുക, പുതിയ ആളുകളാണ് ഉണ്ടാവുക. സോ ഇന്നത്തെ ആളുകളെ നമുക്ക് അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വൈബ്രേഷനിൽ നമുക്ക് അന്ന് അവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ അവരെ എല്ലാവരെയും എക്സ്പീരിയൻസ് ചെയ്യുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ വാല്യൂ മനസ്സിലാക്കുക, അവരെ ചേർത്ത് പിടിക്കുക, ഓരോ നിമിഷവും എക്സ്പീരിയൻസ് ചെയ്യുക. അതിനോട് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ നിമിഷം ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുക. ഓക്കെ, എനിക്ക് എന്റെ മക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ പ്രസന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ പാസ്റ്റിൽ സംഭവിച്ചു പോയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, പല എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അതിൽ ലോക്കായി പോവാതെ ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഇന്നുള്ള പ്രസന്റ് ലൈഫിൽ നിങ്ങൾ ജീവിക്കുക. പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റും മോസ്റ്റ് പവർഫുള്ളുമായിട്ടുള്ള ഒരു സംഗതിയാണ്. സോ പ്രസന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ മുന്നിലുള്ള 3 സിമ്പിൾ തിങ്സിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ലിങ്ക് കട്ടാവാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ആക്ടിവിറ്റി ഇപ്പൊ നിങ്ങൾക്ക് തരുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യാം. 3 കാര്യങ്ങളിൽ, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്ന 3 കാര്യങ്ങളിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അറിയിക്കുക. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫ്രണ്ട്സ് എന്നോ, അല്ലെങ്കിൽ മൈ ഫ്രണ്ട്സ് സ്മൈൽ എന്നോ, അല്ലെങ്കിൽ ദ മോർണിംഗ് ബ്രീസ് എന്നുള്ളതോ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു തണുത്ത രാത്രി നമുക്ക് കിട്ടിയില്ലേ, ഇന്നലത്തെ ആ ഒരു തണുപ്പുള്ള രാത്രി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ഒരു ഗ്രേറ്റ്ഫുൾ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടീനപ്പിന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ടീനപ്പ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീനപ്പിന്റെ ഈ ഒരു മോർണിംഗ് സെഷന്, അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ്, ഇതിനൊക്കെ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നന്ദി അറിയിക്കാവുന്നതാണ്. സോ ഒരു 3 കാര്യത്തിനുള്ള നന്ദി നിങ്ങൾ അറിയിക്കുക. ശേഷം നിങ്ങൾക്ക് ഒരു വർക്കും കൂടെ തരികയാണ്, മൈൻഡ്ഫുൾനെസ് വാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് നല്ല റിലാക്സ് ആയിട്ട് നിങ്ങൾ നാച്ചുറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒന്ന് നടക്കുക. നിങ്ങൾ ചുറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് നാച്ചുറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് നടക്കുക. ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ട്, നിങ്ങളുടെ ഇന്നർ സെൽഫിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് വാക്ക് വിത്ത് സൈലന്റ് ആയിട്ട് ഒരു 3 മിനിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് നടക്കുക. പുറത്തേക്ക് ഇറങ്ങിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ വീടിനുള്ളിലാണെങ്കിൽ തന്നെ ആ ഒരു എന്താ പറയാ, ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. ശേഷം നിങ്ങൾ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ചുറ്റിലുമുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് അത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് അതിങ്ങനെ കേൾക്കുക. അതേപോലെ നിങ്ങൾ കാണുക, നിങ്ങളുടെ മുന്നിലുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക. ദെൻ നിങ്ങൾ അത് ഫീൽ ചെയ്യുക. ഓക്കെ, ഇന്ന് നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഒരു നാച്ചുറൽ വാക്ക്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്ക്, മൈൻഡ്ഫുൾനെസ് വാക്ക് ചെയ്യാം. റെഡി അല്ലേ? എന്നിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ടീനപ്പിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട്, ടീൻസ് ക്ലബിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വർക്കും കൂടെ എന്ന് ഞാൻ തരുവാണ്. വാട്ട് സ്മോൾ മൊമെന്റ് മെയ്ഡ് മീ ഹാപ്പി ദിസ് വീക്ക് എന്നുള്ളത്. അതായത് ഈ വീക്കില് എന്നെ ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു ചെറിയ കാര്യം, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ടീംസ് ക്ലബിൽ വന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ഓരോരുത്തരും ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരുടേത് നിങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ഓരോരുത്തരെയും അത് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക. അതേപോലെ നിങ്ങളുടെ ആ ഒരു കുഞ്ഞു ഹാപ്പിനെസ്, ഈ ഒരു വീക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞു ഹാപ്പിനെസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതെന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഇന്ന് നമുക്ക് ഉള്ള ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹേർട്ടിലേക്ക് കൈവെക്കുക ആൻഡ്
ഒരു 3 തവണ ഈ ഒരു അഫർമേഷൻ പറയാം. I am present. I enjoy the little things. I feel happiness. I am present. I enjoy the little things. I feel happiness. I am present. I am present. I enjoy the little things. I feel happiness. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നല്ലൊരു ചിരി മനസ്സിലേക്ക് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. വീഡിയോ മോഡിലുള്ളവരൊക്കെ നല്ലൊരു പുഞ്ചിരിക്കുന്ന മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പി ആയിട്ട് കൊടുക്കുക. അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. ലളിതതയിൽ സുന്ദരത്വം കാണാനാകുമ്പോൾ ജീവിതം അതിമനോഹരം എന്ന് പറയുന്ന ഒരു വാക്കോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം അല്ലെ. ലളിതതയിൽ എന്തൊരു മനോഹരം അല്ലെ. ലളിതത്വം നമ്മുടെ ചുറ്റിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, ലളിതമായിട്ടുള്ള സംഗതികളില് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക, അതിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക, അത് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രസന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പം ഉള്ള ഈ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്, ലളിതമായിട്ടുള്ള കാര്യങ്ങളില് ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക, അത് ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു സെഷനില് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസന്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, അതിലുള്ള ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാജിക്കൽ റിസൾട്ടിലേക്ക് കൊണ്ടുപോകും. സോ ഒരു 1 വീക്ക് നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇപ്പം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അത് വാവ് എന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കുക. മാഷാ അല്ലാ, വാവ് അടിപൊളി അല്ലെ, എന്റെ കയ്യിലുള്ള ഈ ഒരു വിവോന്റെ ഫോണ് അടിപൊളി, ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്, ഇത് ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് അല്ലെ. എനിക്കിത് കിട്ടിയതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുക, അതിൽ ഞാൻ ഹാപ്പി ആവുക. അതേപോലെ എന്റെ കയ്യിലുള്ള പുസ്തകം, എന്റെ കയ്യിലുള്ള ഡയറി, എന്റെ കയ്യിലുള്ള നോട്ട്ബുക്ക്, ഇതിനൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആവുക. കാര്യം ബിക്കോസ് ഇതൊക്കെ എന്റെ കയ്യിലുള്ളത് എന്ത് മനോഹരമായിട്ടുള്ള കാര്യങ്ങളിലെ, മനോഹരമായിട്ടുള്ള ഡയറി, ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിന്റെ ഓരോ പേജുകളും, ഇതിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളും, ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ ഒക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പെണ്ണ്, വാവ്. നമുക്ക് നമ്മളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് ഇതിലൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുക, അത് ഫീൽ ചെയ്യാൻ പറ്റുക. സോ നിങ്ങളുടെ മുന്നിലുള്ള, നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക്, ഓക്കെ ഞാനിപ്പോ പറയാണ്, എന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്, മനോഹരമായിട്ടുള്ള ഒരു ഡയറി ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഡയറി അതിലും മനോഹരമായിട്ടുള്ള ഒരു ഡയറി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതെനിക്ക് എങ്ങനെയെങ്കിലും വാങ്ങണം, അതെനിക്ക് സ്വന്താക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിലേക്ക്, ആ ഒരു ഫ്യൂച്ചർ കാര്യത്തിലേക്ക് ഇങ്ങനെ മൈൻഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ, എന്റെ കയ്യിലുള്ള ഈ ഒരു ഡയറിയുടെ മനോഹരിത എനിക്ക് ഉപയോഗിക്കാൻ, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? എന്റെ കയ്യിലുള്ള ഈ ഡയറി അല്ലെ, വാവ് എന്തൊരു അടിപൊളിയാണ്,